ഹല്ലേലൂയ. എന്താ കത്തിച്ച് ചാമ്പലാക്കുന്നത്? മുള്ളും മുൾച്ചെടിയും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവെന്ന അഗ്നി നമ്മുടെ മേൽ വരുമ്പം നമ്മളിലുള്ള മുൾച്ചെടികൾ ഒക്കെ കത്തിച്ച് ചാമ്പലാക്കും. എന്താണ് ഈ മുള്ളും മുൾച്ചെടി? നമ്മളിലെ പാപം, നമുക്ക് വേണ്ടാത്ത സ്വഭാവ പ്രവണതകൾ, നമുക്ക് ആരോഗ്യകരമല്ലാത്ത സ്വഭാവ പ്രവണതകൾ, നമുക്ക് ദൈവരാജ്യ ജീവിതത്തിന് ഉപയോഗമില്ലാത്ത സ്വഭാവ പ്രവണതകൾ, അതൊക്കെ കത്തിച്ച് ചാമ്പലാകും. ആര് വരുമ്പം? പരിശുദ്ധാത്മാവ് വരുമ്പം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമറായക്കാരി സ്ത്രീ ഒരു പുരുഷനെ കണ്ടാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം അടിമയായ ലസ്റ്റിന്, മറ്റു വാക്കിൽ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമത്തിന് അടിമയായ ഒരു പെൺകുട്ടിയായിരുന്നു ആര്? ശമറായക്കാരി സ്ത്രീ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേകത, എപ്പോഴൊക്കെ നിങ്ങൾ തെറ്റായ സന്തോഷം നിങ്ങൾ ഒരു പുരുഷനിൽ നിന്നോ ഒരു സ്ത്രീയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത്തരം സന്തോഷം പിന്നെയും വേണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്നാണ്, ഭാര്യയിൽ നിന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ കാമമല്ല, സ്നേഹമാണ് ആ സന്തോഷത്തിൽ. മറ്റത് സ്നേഹമല്ല, കാമമാണ്. ലസ്റ്റ്, ഇംഗ്ലീഷിൽ അതിന് ലസ്റ്റ് എന്ന് പറയും. ലസ്റ്റാണ് നിങ്ങളിൽ പുറപ്പെടേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് കിട്ടണതെങ്കിൽ വീണ്ടും ആ ലസ്റ്റിന് വേണ്ടി നമ്മൾ ദാഹിച്ചുകൊണ്ടും മോഹിച്ചുകൊണ്ടും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് എത്ര പേരോടൊത്ത് നീ ഇത് അനുഭവിച്ചാലും നിനക്ക് മതി വരികയില്ല. പിന്നെയും കൊണ്ടാണ് സോളമൻ 1000 പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒരു മനുഷ്യന് 1000 പെണ്ണുങ്ങളുടെ ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട് സോളമൻ രാജാവിന് 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിൽപ്പെടാത്ത വേറെ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇത്തരം ഒരു പ്രവണതയ്ക്ക് അടിമപ്പെട്ട് കിടന്ന പെൺകുട്ടിയായിരുന്നു ആര്? ശമറായക്കാരി സ്ത്രീ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ അവളിൽ വന്നപ്പം പരിശുദ്ധാത്മാവ് അവളെ ഉണ്ടായിരുന്ന ഈ മുള്ളും മുൾച്ചെടിയും എന്ത് ചെയ്തു? കത്തിച്ച് ചാമ്പലാക്കി. പിന്നീട് അവളെ ലസ്റ്റ് ടോർമെന്റ് ചെയ്തിരുന്നില്ല, കാമം അവളെ പീഡിപ്പിച്ചിരുന്നില്ല. പിന്നീട് കാമം അവളെ പീഡിപ്പിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാളെ കണ്ടാൽ എങ്ങനെ അവനെ പറ്റിച്ച് കുറച്ചുകൂടെ പണം ഉണ്ടാക്കണം എന്ന ചിന്തയായിരുന്നു ആർക്ക്? സഖ്യവസിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണത്തിനോട് അതിശക്തമായ ആർത്തി ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പം പണത്തിന് വേണ്ടിയുള്ള അവൻ്റെ ദാഹം പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തിച്ച് ചാമ്പലാക്കി. അപ്പോൾ 2 കാര്യം അവിടെ നടന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിലുള്ള മുള്ളും മുൾച്ചെടികളും കത്തിച്ച് ചാമ്പലാക്കും. 2, നമ്മുടെ ഹൃദയത്തിലുള്ള ശൂന്യത മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മൾ പക്വതയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ നേടിയില്ലെങ്കിൽ നിനക്കൊരു നല്ല ഭർത്താവാകാൻ പറ്റിയല്ല, നല്ല പിതാവാകാൻ പറ്റിയല്ല,
നല്ല ഭാര്യയാകാൻ പറ്റിയല്ല, നല്ല അമ്മയാകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പം ഒരു കാര്യം ഒരാളോട് ഡിമാൻഡ് ചെയ്യും. ഒരാളോട് നമ്മൾ ഡിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൽവക്കത്തുള്ളവൻ്റെ അടുക്കൽ ചെന്ന് ഡിമാൻഡ് ചെയ്യുമോ? ഇല്ല. നമ്മളുടെ ഡിമാൻഡിങ് ആരുടെ അടുക്കലായിരിക്കും? അവിടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരുടെ അടുക്കലായിരിക്കും, അല്ലേ? അവിടെ ചുറ്റുപാട് നിൽക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളുടെ ഹൃദയത്തിൽ മുറിവുണ്ടെങ്കിൽ, ആ മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ശല്യപ്പെടുത്തും, ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ അപ്പൻ്റെ കൂടെ, ഈ അമ്മയുടെ കൂടെ, ഈ അമ്മായിയമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സൗഖ്യമായാൽ അവരുടെ കൂടെയുള്ള ജീവിതം ആനന്ദമാണ്. അവർ ഇങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല, അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനത്തെ ഒരപ്പനാകണ്ടേ നിങ്ങൾക്ക്? വേണ്ടേ? അത്തരം ഒരമ്മയാകണ്ടേ നിങ്ങൾക്ക്? അത്തരം ഒരു ഭാര്യയാകണ്ടേ നിങ്ങൾക്ക്? അത്തരം ഒരു ഭർത്താവാകണ്ടേ നിങ്ങൾക്ക്? ഇത് തരാൻ യേശുവിനല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നിമിഷം എൻ്റെ ശൂന്യതയുള്ള ഹൃദയത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും, എല്ലാ മുറിവുകളിലേക്കും നിൻ്റെ അത്ഭുതകരമായ സ്നേഹം ഇറങ്ങി വരട്ടെ. എന്നിൽ വളർന്നു നിൽക്കുന്ന മുള്ളും മുൾച്ചെടികളും യേശുവേ ഇപ്പോൾ തന്നെ ചുട്ട് കരിച്ച് ചാമ്പലാക്കി എന്നെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കണമേ. കൊടുക്കുവാൻ ഒരു ഹൃദയം തരണമേ. കൊടുക്കുന്നതാണ് സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. യേശുവേ, നിന്റെ ഹൃദയത്തിലെ അവസാനത്തുള്ളി രക്തവും കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവേ, ഈ നിമിഷം എന്നിലേക്കും കടന്നു വരണമേ. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള വലിയ ദാഹം എനിക്ക് തരണമേ. യേശുവേ, ആത്മാവാകുന്ന ദൈവമേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ സ്നേഹവുമായി ഇപ്പോൾ യേശുവിനോടൊപ്പം എന്നിലേക്ക് പറന്നിറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.